അങ്ങനെ ഇതിനകത്തില്ല. ഡിഫിക്കൽട്ട് ടു സേ നോ എന്നാണ്. ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളും തമ്മിൽ ക്ലാഷ് ഉണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ നടക്കുന്നു. ബീറ്റ് ഓഫീസറായിട്ട് ചെയ്യുന്ന അത്ര ഇഷ്ടമില്ലായിരുന്നു. അഖിലിന് തടസ്സമാകാൻ സാധ്യതയുള്ള എന്തൊക്കെ ഘടകങ്ങളെ അഖിൽ ഇപ്പം സ്വയം മനസ്സിലാക്കുന്നു? മനസ്സിലായില്ലേ? അത് നിങ്ങൾ വീക്ക്നെസ് പറഞ്ഞോന്ന് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഗവൺമെന്റ് വിൽ ബി ഇൻ ട്രബിൾ. സോഷ്യൽ മീഡിയ നിരോധിച്ചത് കൊണ്ടാണോ അവിടെ സംഘർഷം ഉണ്ടായത് നേപ്പാളിൽ? അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലേക്കാണ് നമ്മുടെ രാജ്യത്തിന്റെ വരുമാനം, നികുതി വരുമാനം ഒക്കെ പോകുന്നത്. 15th ഫിനാൻസ് കമ്മീഷൻ എടുത്തത് 2011 പോപ്പുലേഷനാണ്. അതുകൊണ്ടാണ് നഷ്ടം വന്നത്. അങ്ങനെയുള്ള സാധ്യതയില്ല. എന്തുകൊണ്ടില്ല? നമ്മുടെ സിസ്റ്റം അത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്. നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. അത് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചൊരു ഡീമെറിറ്റ്. കേരളത്തിൽ ഏറ്റവും സമഗ്രമായി ഒരു PSC പ്ലാറ്റ്ഫോം നടത്തുന്ന മോക്ക് ഇൻ്റർവ്യൂ പ്രോഗ്രാം. യഥാർത്ഥ ഇൻ്റർവ്യൂവിൻ്റെ അനുഭവം, വിദഗ്ധരുടെ വിലയിരുത്തൽ, കൃത്യമായ ഫീഡ്ബാക്ക്. നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കാൻ PK ലേണിംഗ്സ് പങ്കുവയ്ക്കുന്നു സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് മോക്ക് ഇൻ്റർവ്യൂ പ്രോഗ്രാം. കം. Good morning, ma'am. Take your seat, please. Akhil Dev. Thank you, ma'am. Akhil Dev, give an introduction of yourself. മാം, എൻ്റെ പേര് അഖിൽ ദേവ്. ഞാൻ കൊല്ലം ജില്ലയിലെ മൈനാപ്പള്ളി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ പാരിപ്പള്ളി UKF എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ബിരുദം നേടിയത്. അതിനുശേഷം വനം വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ട് 7.5 വർഷത്തോളം ജോലി ചെയ്തു. അതിനുശേഷം പിന്നീട് റവന്യൂ വകുപ്പിൽ ക്ലർക്കായിട്ട് ഇപ്പോൾ 1 വർഷത്തോളമായി ജോലി ചെയ്യുന്നു. ഓക്കെ. ബീറ്റ് ഓഫീസറായിട്ട് ചെയ്യുന്ന അത്ര ഇഷ്ടമില്ലായിരുന്നു. അതെ മാഡം, ഫീൽഡ് ആയതുകൊണ്ട് ഇതിപ്പോൾ ഓഫീസ് ടൈം ആയതുകൊണ്ട് ഒക്കെ നടക്കേണ്ടത് കൊണ്ടും ആനയൊക്കെ വരുമെന്നുള്ളത് കൊണ്ടും പേടിച്ചു അല്ലേ? പിന്നെ ഇപ്പോൾ കുറച്ചുകൂടെ ഫാമിലി ടൈം കിട്ടുന്നുണ്ട് മാഡം. അങ്ങനെ അപ്പോൾ ലേണിംഗ് ടൈം കിട്ടുന്നുണ്ടോ? ലേണിംഗ് ടൈം, അതായത് ഈ ടെസ്റ്റ് ഇനി അതുപോലെ സിവിൽ സർവീസ് ഒക്കെ വേണമെങ്കിൽ നോക്കാമല്ലോ. ഞാൻ ഈ എക്സാമിന് വേണ്ടി ലീവ് എടുത്തിരുന്നു. ഒരു ജോലിയിൽ ഇരിക്കുന്നവർക്ക് കോൺഫിഡൻസ് ലെവൽ കൂടും. അപ്പോൾ മറ്റത് ഒക്കെ ഉള്ളതൊക്കെ ട്രൈ ചെയ്താൽ കിട്ടാൻ എളുപ്പമുണ്ട്. ഇതിനു വേണ്ടി ഞാൻ 4 മാസം ലീവ് എടുത്തിരുന്നു മാഡം. അങ്ങനെ ഇതിനു വേണ്ടി. ഓക്കെ. അപ്പോൾ ഞാനൊരു സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്ന് ചില ചോദ്യങ്ങൾ. സെസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ആർട്ടിക്കിൾ വഴിയാണ് നിലവിൽ വന്നത്? വാട്ട് യു മീൻ ബൈ എ സെസ്? CESS. ആർട്ടിക്കിൾ ഓർമ്മയില്ല മാഡം. സെസ് എന്ന് പറഞ്ഞാൽ നികുതിക്ക് പുറമെ അഡീഷണലി വരുന്ന ഒരു നികുതിക്ക് പുറമെ അഡീഷണലി വരുന്ന എന്ത് ചാർജാണ്? അഡീഷണൽ ചാർജ് ആണ് മാഡം. അത് ചാർജ് എന്നാണോ പറയേണ്ടത്? എ ടാക്സ് ഓൺ ടാക്സ്. ഓക്കെ. ആർട്ടിക്കിൾ 271 ഓർമ്മയിലിരിക്കട്ടെ കേട്ടോ. ടാക്സ് ഓൺ ടാക്സ്. ഓക്കെ. വേണ്ടി പഠിച്ചതായിരുന്നു, മറന്നു. ഓക്കെ. അപ്പോൾ ഒന്ന് പറയാമോ, ഏതൊക്കെ 2-3 തരം സെസ് സെൻട്രൽ ഗവൺമെൻറ് ചാർജ് ചെയ്യുന്ന സെസ് പറയാമോ? നമ്മുടെ ഇൻകം ടാക്സിന്റെ കൂടെ എഡ്യൂക്കേഷണൽ സെസ്, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷണൽ സെസ് ചാർജ് ചെയ്യുന്നതായിട്ടോ. പിന്നെ സെൻട്രൽ ഗവൺമെന്റിൻ്റെത് എനിക്ക് തോന്നുന്നു നമ്മുടെ കോവിഡ് സമയത്ത് GST കോമ്പൻസേഷൻ സെസ് ആയിട്ട് ഉണ്ടായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട സെസ് ആയിരുന്നു. ആ സെസ്സിനെ പറ്റി തന്നെ ഒരു കംപ്ലൈൻറ്റ് പിന്നെ വന്നു. ഈ GST കോമ്പൻസേഷൻ സെസ് എന്തിനു കൊണ്ടുവന്നതാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് GSTയിൽ ഉണ്ടാകുന്ന കുറവ് നികത്താൻ വേണ്ടി, അത് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ആ ഫണ്ട് പൂൾ ചെയ്യാൻ വേണ്ടിയാണ് സെൻട്രൽ ഗവൺമെന്റ് എടുത്തത്. എന്നിട്ട് ആ ഫണ്ട് പോലും ഗവൺമെൻറ് വകമാറ്റി ചെലവഴിച്ചു എന്നുള്ളൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് പിൽക്കാലത്ത്. അതായത് സെസ് ഈ കോമ്പൻസേഷൻ കൊടുക്കാൻ മാത്രമല്ല ഉപയോഗിച്ച്, കോമ്പൻസേഷൻ കൊടുക്കൽ താമസിപ്പിച്ചുകൊണ്ട് തന്നെ വകമാറ്റി ചെലവഴിച്ചു എന്നുള്ള കംപ്ലൈൻറ്റും ഉണ്ട്. ഓക്കെ, ദാറ്റ്സ് റൈറ്റ്. ഓക്കെ. പിന്നെ 1-2 ഇപ്പോൾ ഉദാഹരണം സ്വച്ഛ് ഭാരത് സെസ് കേട്ടിട്ടുണ്ടോ? എന്താ അതുകൊണ്ട് എന്താണ് സ്വച്ഛ് ഭാരത്? എല്ലാം ഹിന്ദിക്കകത്ത് വെക്കുന്നത് കാരണം കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. നമ്മൾ ഇംഗ്ലീഷിനോടാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. എന്താ ഈ സ്വച്ഛ് ഭാരത് സെസ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ രാജ്യം മലയാളത്തിലേക്ക് ആക്കുകയാണെങ്കിൽ വൃത്തിയുള്ള ശുചിത്വ മിഷൻ, അതിന് ഒരു സെസ്. അപ്പോൾ ഈ സെസ് എങ്ങനെയാണ് സംസ്ഥാനങ്ങളെ സ്ട്രെസ്സിലാക്കുന്നത്? മാഡം, നമ്മുടെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലേക്കാണ് നമ്മുടെ രാജ്യത്തിന്റെ വരുമാനം, നികുതി വരുമാനം ഒക്കെ പോകുന്നത്. അപ്പോൾ അത് ഫിനാൻസ് കമ്മീഷന്റെ
പ്രൊപ്പോസൽസിനനുസരിച്ച് വീതിച്ച് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ സെസ് എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് പോകുന്നത് മുഴുവനും ഫിനാൻസ് കമ്മീഷന് ഒന്നും ചെയ്യാനൊക്കില്ല. അതിൽ നിന്ന് ഫിനാൻസ് കമ്മീഷന് പിന്നെ പൂൾ ചെയ്യാൻ പറ്റുന്നത് ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഓവർ ആൻഡ് എബവ് ആണല്ലോ ഈ സെസ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ആ സെസ് എങ്ങനെയാണ് സംസ്ഥാനങ്ങൾക്ക് ഒരു സ്ട്രെസ്സായി മാറുന്നത്? അതാ മേഡം, സെസ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണ്ട എന്നുള്ളത് അങ്ങനെയല്ല. ഓക്കെ, അത് എങ്ങനെയാണെന്നൊന്നും മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ബാലഗോപാൽ തന്നെ ഇടക്കാലത്ത് ആദ്യമൊന്നും പറയില്ലായിരുന്നു, പിന്നെ അദ്ദേഹം അത് പഠിച്ചിട്ട് പറഞ്ഞു ഈ സെസ് കേന്ദ്ര ഗവൺമെൻറ് ചുമത്തുന്നത് സംസ്ഥാനങ്ങൾക്ക് ഒരു സ്ട്രെസ്സാണെന്ന്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ നികുതിയുണ്ട്, അതിന് മുകളിൽ സെസ്സുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇതേ ഉൽപ്പന്നങ്ങളിൽ തന്നെയാണ് സംസ്ഥാനവും നികുതി സെസ്സും ഒക്കെ ചുമത്തേണ്ടത്. അപ്പോഴേക്കും ഇത് വലിയ ഭാരമാകും, ജനങ്ങൾ പ്രതിഷേധിക്കുക. അതുകൊണ്ടാണ് അത് സ്ട്രെസ്സാകുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, ഈ ഡെമോഗ്രാഫിക് പെർഫോമൻസ്, അതായത് ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷൻ്റെ ഒരു നോമാണ് ഡെമോഗ്രാഫിക് പെർഫോമൻസ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? അത് ഓരോ സംസ്ഥാനങ്ങളും അവരുടെ ജനസംഖ്യാ വർധനവ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി എടുത്ത പോളിസീസും ഒക്കെ അനുസരിച്ച് അതിനൊരു സ്കോർ കൊടുത്തിട്ട് അതിനനുസരിച്ച് ഡെവല്യൂഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന പെർസെൻറ്റേജ് അഡ്ജസ്റ്റ് ചെയ്യുന്ന. അപ്പോൾ ഈ 15th ഫിനാൻസ് കമ്മീഷൻ ആ സ്കോർ അനുസരിച്ച് കേരളത്തിന് കിട്ടിയോ കുറഞ്ഞോ? കുറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഡം, ഞാൻ ഇത് പഠിച്ച സമയത്ത് ഓർത്ത് പറയുകയാണ്. എനിക്ക് ഡെമോഗ്രാഫിക് പെർഫോമൻസ് 71 സെൻസസ് ഡേറ്റ അനുസരിച്ചാണ് ലാസ്റ്റ് 14. അപ്പം കേരളത്തിന് വലിയൊരു സ്കോർ കിട്ടാനൊരു ഇത് വന്നില്ലത്. അതായത് അത് 71 ആയിരുന്നു കിട്ടിയതിന്. പിന്നെ ഈ 15th ഫിനാൻസ് കമ്മീഷൻ എടുത്തത് 2011 പോപ്പുലേഷനാണ്. അതുകൊണ്ടാണ് നഷ്ടം വന്നത്. ഓക്കെ, അത് നന്നായി പഠിക്കണം കേട്ടോ. അതൊന്ന് മാത്രമല്ല, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഫിനാൻസ് കമ്മീഷനുമായിട്ട് ഇപ്പോൾ സമയപരിധി ഉള്ളത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഓക്കെ, അതിൽ 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ വർക്ക് ചെയ്തു. ഇപ്പം ഒന്നിടത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒന്ന് നേരത്തെ വർക്ക് ചെയ്തു. ഈ 2 ഡിപ്പാർട്ട്മെൻറ്റുകളും തമ്മിൽ ക്ലാഷ് ഉണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അത് സെക്രട്ടേറിയറ്റ് വരുമ്പം അഖിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നയത്തിന് അനുകൂലമായിട്ടായിരിക്കും നിൽക്കുന്നത്? എന്തായിരിക്കും ആ ക്ലാഷിൻ്റെ കാരണങ്ങൾ? ക്ലാഷ് കൂടുതലായിട്ടും വരുന്നത് ഭൂമി സംബന്ധമായിട്ട്, ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച് ഒരുപാട് ക്ലാഷുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ തർക്ക ഭൂമികൾ ഉണ്ടായിട്ട് ഇപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് റവന്യൂവിൻ്റെ ഭൂമിയാണെന്ന് പറയുന്നു, വനംവകുപ്പിന്റെ ഭൂമിയാണെന്ന് പറയുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അത് സാധാരണ മനുഷ്യരെ അതെങ്ങനെ ബാധിക്കുന്നുണ്ട്? സാധാരണ മനുഷ്യരെ ബാധിക്കുന്നത് അത് ഒരു എന്തെങ്കിലും ഇപ്പോൾ ജനങ്ങൾ താമസിക്കുന്ന ഒരു ഭൂമിയിലെ ഒരു പെർമിഷന്റെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഒരു കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പരിസ്ഥിതി അത് ബാധിക്കുന്നുണ്ടോ ഈ കോൺഫ്ലിക്റ്റ്? പരിസ്ഥിതിയെ ബാധിക്കുന്നത് ഇപ്പോൾ വനം വകുപ്പിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലുള്ള ഒരു ഭൂമിക്ക് കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ കിട്ടാൻ സാധ്യത കൂടുതലാണ്. റവന്യൂ വകുപ്പ് ഭൂമി സംബന്ധമായി കയ്യേറ്റം തുടങ്ങിയ മേഖലകളാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കാറുള്ളത്. നമ്മുടെ ഈ കയ്യേറ്റമൊക്കെ സംബന്ധിച്ച് ഇടുക്കിയിൽ കുറേ സംഭവങ്ങൾ നടന്നായിരുന്നു, ഓർക്കുന്നുണ്ടോ? കുറച്ച് കാലം മുമ്പ് അച്യുതാനന്ദൻ ചീഫ് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് അന്ന് അവിടെ കുറേ കെട്ടിടങ്ങളെല്ലാം ഇടിച്ചു നിരത്തി. കുറച്ച് റവന്യൂ ഭൂമിയാണെന്ന് കണ്ടു, കുറച്ച് വനഭൂമിയാണെന്ന് കണ്ടു. കേരളത്തിൽ ഈ വനഭൂമിയുടെ എണ്ണം കൂടി വരികയാണോ കുറഞ്ഞു വരികയാണോ? ഈ പുറമ്പോക്കുകളുടെ എണ്ണം കൂടി വരികയാണോ കുറഞ്ഞു വരികയാണോ? സെക്രട്ടറിയിൽ എത്തുമ്പോൾ എന്തായിരിക്കും അയാളിൻ്റെ ഒരു സ്റ്റാൻഡ് അതിനകത്ത്? അത് കൃത്യമായി ഡേറ്റ അനുസരിച്ചുള്ളൊരു നിലപാട്. ഒരു ഡേറ്റ ഉണ്ടോ സത്യത്തിൽ? ഡേറ്റ ഉണ്ട് സാർ. ഇപ്പം നമ്മുടെ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ടുകൾ തരാറുണ്ട് 2 വർഷം കൂടുമ്പോഴാണ്. അപ്പോൾ അത് പ്രകാരം ഫോറസ്റ്റ് ഏരിയ കൂടുന്നുണ്ട്, വലിയൊരു വ്യത്യാസമില്ല. ഇപ്പോഴും കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 30% വനഭൂമിയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പം അഖിൽ സെക്രട്ടേറിയറ്റിൽ ഒരു വകുപ്പിൽ, വനം വകുപ്പിലോ അല്ലെങ്കിൽ റവന്യൂ വകുപ്പിലോ പോസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് കരുതുക. അവിടെ പെർഫോം ചെയ്യുന്നതിന് അഖിലിന് തടസ്സമാകാൻ സാധ്യതയുള്ള എന്തൊക്കെ ഘടകങ്ങളെ അഖിലിപ്പം സ്വയം മനസ്സിലാക്കുന്നു? പെർഫോം ചെയ്യാൻ എൻ്റെ വ്യക്തിപരമായ ഇതെന്ന് പറയാൻ സാറേ, ഞാൻ കുറച്ചുകൂടെ ഒരുപാട് അനലൈസ് ചെയ്യാൻ ശ്രമിക്കും ഒരു വിഷയത്തെ തന്നെ. അതിൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ട് ഞാൻ കണക്കാക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഒരു കത്ത് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ചിലപ്പോൾ ഫിനാൻസ് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഡേറ്റ സംബന്ധിച്ചാണെങ്കിലും ഞാനൊരു 3 വട്ടമെങ്കിലും അത് വീണ്ടും പോയി നോക്കും. അത് ഒരുപാട് സമയനഷ്ടം ഉണ്ടാക്കുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ സഹപ്രവർത്തകരുടെ ഇടയിൽ നിന്ന് നോ പറയാനൊരു
ബുദ്ധിമുട്ട് പലപ്പോഴും ഫേസ് ചെയ്തിട്ടുണ്ട്. അതായത് അധിക ജോലി ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, വന്ന് നമുക്ക് ജോലിയുള്ള സമയത്തും വന്ന് പറയുമ്പോൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടൊക്കെ വരാറുണ്ട്. ഓവർ ബർഡൻ ആവാറുണ്ട്. വർക്ക് ലൈഫ് ബാലൻസ് ബാധിക്കും. വീട്ടിൽ പോയൊക്കെ ജോലി ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഓക്കെ. പിന്നെ എഴുതിയതിനകത്ത് തന്നെ ഇതിനൊരു കാരണം കൊണ്ടുണ്ടോ, അതാണ് ഞാൻ ചോദിച്ചത്. പോട്ടെ, അത് ഞാൻ വിട്ടു. ആലോചിച്ചാൽ മതി, എടുത്തൊന്ന് ആലോചിച്ചാൽ മതി. ഈ ഒരൊറ്റ കാര്യം കൂടെ, ഈ റിയൽ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിൽ പോകുമ്പോൾ അഖിലിന് ദോഷമായിട്ട് വരാൻ, എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ദോഷമായി വരാൻ സാധ്യതയുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്? ഞാൻ കുറച്ച് നെർവസ് ആയിട്ട് തോന്നുന്നുണ്ട് സാർ. അത് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പോട്ടെ, അതല്ലാതെ ശബ്ദം കുറവാണെന്ന്. ശബ്ദമൊക്കെ നല്ല ശബ്ദമാണ്, അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ്. വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വരുമ്പം തന്നെ ഇൻ്റർവ്യൂ ബോർഡിനെ നമ്മളുടെ ബോഡി ലാംഗ്വേജിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പ്രസ് ചെയ്യുന്നുണ്ട്. ഈവൻ യു സ്റ്റാർട്ടിങ് യുവർ കോൺവെർസേഷൻ, അതിൽ അഖിലിന് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നിയതൊക്കെ ഞാനൊന്ന് ശ്രദ്ധിച്ചില്ല സാർ. സാർ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനത് അത് നമുക്ക് ലാസ്റ്റ് പറയാം. ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ പറയാം, ബാക്കി സാറ് പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. അഖിൽ ഇപ്പോൾ ഒരു ഗവൺമെൻറ് സർവീസിലോട്ട് കയറാൻ പോകണം, റൈറ്റ്? പക്ഷേ അഖിലിൻ്റെ വീക്ക്നെസ് ആയിട്ട് അഖിൽ പറഞ്ഞിരിക്കുന്നത് ഡിഫിക്കൽറ്റി ഇൻ സെയിങ് നോ. നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. അത് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചൊരു ഡീമെറിറ്റ്. നിങ്ങൾ യു ആർ നോട്ട് ക്വാളിഫൈഡ് ടു ബി ഇൻ ദ സർവീസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അത് അങ്ങനെ ഒരു വലിയ ഒരു പ്രശ്നം വരുന്ന കേസല്ല സാർ. ഞാൻ പറയുന്നത് വീക്ക്നെസ് ആണ്. അത് തന്നെ സാർ. ഇപ്പം ഒരു നിയമപരമല്ലാത്ത ഒരു കാര്യം ചെയ്യാൻ ഞാൻ നോ പറയാനുള്ള ബുദ്ധിമുട്ടെന്നല്ല സാർ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ സഹപ്രവർത്തകർ ഒരു സഹായം എന്ന നിലയിൽ എന്തെങ്കിലും ജോലി ചെയ്ത് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ എനിക്ക് നല്ല ജോലി ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഇതിനകത്തില്ല. ഡിഫിക്കൽട്ട് ടു സേ നോ എന്നാണ്, മനസ്സിലായില്ലേ സാർ? അത് then you have to explain things. ഇത്തരം കാര്യങ്ങൾ എഴുതുമ്പോൾ, അതായത് നമ്മൾ ചില സ്ഥലത്ത് നോ എന്ന് പറഞ്ഞാൽ നോ എന്ന് പറയണം, മനസ്സിലായില്ലേ? അത് നിങ്ങൾ വീക്ക്നെസ് നോ എന്ന് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഗവൺമെന്റ് വിൽ ബി ഇൻ ട്രബിൾ സാർ, അല്ലേ? വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഓവർകം ചെയ്യാൻ വലിയ പാടാ. വീക്ക്നെസ് ചെയ്യുന്നു അല്ലേ? അങ്ങനെയാണല്ലോ. ശ്രമിക്കുന്നുണ്ട്. വാട്ട് ആർ ദ മെഷേഴ്സ് യു വിൽ ഡെവലപ്പ് ടു കറക്റ്റ് ദിസ് വീക്ക്നെസ്? ഈ പറഞ്ഞതുപോലെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള റീസൺ ആണെങ്കിൽ മാത്രമേ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ മാത്രമേ അങ്ങനെ കമ്മിറ്റ് ചെയ്യാറുള്ളൂ. ഓക്കെ. വാച്ചിങ് യൂട്യൂബ് സാർ, എന്ത് തരത്തിലുള്ള പിന്നെ ഇത് കാണുന്നത് യൂട്യൂബിൽ റാൻഡമായിട്ട് എന്താണ് കാണുന്നത്? വാട്ട് ഈസ് ദ കോണ്ടന്റ് ഓഫ് ദ പ്രോഗ്രാം? കണ്ടന്റ് ഇപ്പോൾ സയൻസ് റിലേറ്റഡ് ആയിട്ടായാലും അല്ലെങ്കിൽ നമ്മൾ റീസെൻറ്റ് ഇഷ്യൂസ് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും, ഇപ്പം ചിലപ്പോൾ എന്തെങ്കിലും സിനിമ ഇൻ്റർവ്യൂസ് കാണാറുണ്ട് സിനിമയായിട്ട് ബന്ധപ്പെട്ട്. എന്തെങ്കിലുമൊക്കെ കാണുക, ഒരു പ്രത്യേകിച്ച് ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. അത് ഈ പറഞ്ഞ സമയം കിട്ടുന്ന സമയത്ത് ഒരു ഫോക്കസ്ഡ് അല്ല. അന്നേരം കിട്ടുന്ന സമയത്ത് എന്താണോ നമ്മുടെ ഇതിനകത്ത് വരുന്നത് കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ. ഓക്കെ, റൈറ്റ്. ഈ ഓസ്ട്രേലിയ ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയ ബാൻ ചെയ്തു. 16 വയസ്സ് വരെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ കയറാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് അത് നിരോധിച്ചു ഓസ്ട്രേലിയ. ഒരു മാസമായിട്ടും. അങ്ങനെ നമ്മുടെ ഇവിടെയും ഈ സോഷ്യൽ മീഡിയ മിസ്യൂസ് ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ബാൻ ചെയ്യാൻ തീരുമാനിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ റെസ്പോൺസ്? അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് സാർ എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറയുന്നത് കൂടുതലും അവർ സോഷ്യൽ മീഡിയയിൽ വലുതായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നൊരു തലമുറയാണ്. അപ്പം ഇപ്പം തന്നെ നേപ്പാളിൽ നമ്മൾ കണ്ടു. നേപ്പാളിൽ ഇതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ബാൻ ചെയ്ത സമയത്താണ് അവിടെ വലിയ രീതിയിലുള്ള. ഓസ്ട്രേലിയയിലൊന്നും ഉണ്ടായില്ല. ഓസ്ട്രേലിയയിലെ വിഷയത്തെ പിന്നെ എനിക്ക് വലിയ ധാരണ. എല്ലാവരും നിരോധിച്ചു, നിരോധനം നിലവിൽ വന്നു. അവിടെ സമരമൊന്നും ഉണ്ടായില്ല. ഇന്ത്യയിൽ നേപ്പാളിന്റെ അത്ര വലിയൊരു പ്രശ്നത്തിലേക്ക് ഇവിടെ സോഷ്യൽ മീഡിയ നിരോധിച്ചത് കൊണ്ടാണോ അവിടെ സംഘർഷം ഉണ്ടായത് നേപ്പാളിൽ? അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? അതും കുറച്ച് കാലങ്ങളായിട്ട് ഭരണത്തിനോടുള്ള ഒരു എതിർപ്പുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോൾ അത് ബൂസ്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയ നിരോധിച്ചതല്ല പ്രശ്നം, ട്രിഗർ ചെയ്തു എന്നുള്ളത്. സോഷ്യൽ മീഡിയ നിരോധിച്ചതാണോ പ്രശ്നം, അതോ അവിടെ ഉണ്ടായിരുന്ന സംഘർഷങ്ങളാണോ പ്രശ്നം? അതാ സാർ, ഈ ഒരു വിഷയം ട്രിഗർ ചെയ്തിട്ടുണ്ട്. ഇവിടെ അങ്ങനെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകില്ലെങ്കിലും പ്രക്ഷോഭങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജിൻസി ഇവിടെ സംഘർഷം നടത്തി ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള സാധ്യതയുമില്ല. പക്ഷെ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ
ഉള്ള സാധ്യതയുണ്ട്. എന്തൊക്കെ ഇവിടെ പിന്നെ ഏതാണ്ട് പിന്നെ 10-90% ആളുകൾ മൊബൈൽ യൂസ് ചെയ്യുന്നില്ല. ഇവരെല്ലാം ജെൻസികൾ അക്കൂട്ടത്തിലുണ്ട്. ചെറുപ്പക്കാർ കൂടുതലുള്ള രാജ്യമാണ് ഇന്ത്യ. സാർ അപ്പോൾ അവർക്കെല്ലാം കൂടെ ചേർന്നാൽ ഈ ഭരണകൂടത്തെ അട്ടിമറിക്കും വരും. അങ്ങനെയുള്ള സാധ്യതയില്ല സാർ. എന്തുകൊണ്ടില്ല? നമ്മുടെ സിസ്റ്റം അത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്. സിസ്റ്റം Army ആണെങ്കിലും ഒന്ന് police എക്സ്പ്ലെയിൻ ചെയ്യാം. സംവിധാനമാണെങ്കിലും വെൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ആ കമാൻഡ് ബേസ്ഡിൽ പോകുന്ന ഒരു സംവിധാനമാണ് സാർ. അടിച്ചമർത്താൻ കഴിയും. ഇല്ല, അടിച്ചമർത്താൻ ഇതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ അത് ഇല്ലാതെ ചെയ്യാനുള്ളൊരു കഴിവുള്ളൊരു സിസ്റ്റം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നല്ലേ? സാർ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സാർ, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ജനവാസ മേഖലയിലേക്ക് വനത്തിനുള്ളിൽ നിന്ന് വന്യജീവികൾ വന്ന് ജനങ്ങളുടെ സ്വൈരവിഹാരത്തിന് തടസ്സമുണ്ടാക്കുന്ന തരത്തിലുള്ള. വനത്തിൽ നിന്ന് പിന്നെ ജീവികൾ പിന്നെ ആളുകളുടെ അടുത്തേക്ക് വരുന്നതാണോ കുഴപ്പം, ആളുകൾ വനത്തിലേക്ക് കയറിയതാണോ കുഴപ്പം? രണ്ടും പറയാം സാർ. വനത്തിനുള്ളിലേക്ക് ആളുകൾ കയറിയിട്ടില്ലെങ്കിലും വനത്തോട് ചേർന്നുള്ള ഭൂമിയിൽ വലിയ രീതിയിൽ പോപ്പുലേഷൻ കൂടിയത് പ്രകാരം വലിയ രീതിയിൽ ആൾതാമസം ഉണ്ടാവുകയും കൃഷി നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വാഴ, കൈതച്ചക്ക പോലുള്ള ഐറ്റംസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഇതൊക്കെ വന്യജീവികൾ, ആനയൊക്കെ സംബന്ധിച്ച് കുറച്ച് ട്രീറ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്ത്? അത് ചെയ്യാൻ പറ്റുന്നത് ഫെൻസിങ് പോലെയുള്ള സാങ്കേതികമായി ഉള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ജനങ്ങളെ കുറച്ചുകൂടെ ബോധവൽക്കരിച്ചിട്ട് ഇത്തരത്തിലുള്ള ഇത്ര വളരെയധികം ഫ്രിഞ്ച് ഏരിയയിൽ ഇത്തരത്തിലുള്ള കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ചെയ്യാം. വനത്തിനുള്ളിൽ മൃഗങ്ങൾക്ക് കൂടുതൽ ഭക്ഷണവും വെള്ളവും കിട്ടുന്നതിന് വേണ്ടി ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാം. ചെക്ക് ഡാമുകൾ ഉണ്ടാക്കി ജലലഭ്യത ഉറപ്പുവരുത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്, എന്താ അറിയാം? അത് വനാശ്രിതരായിട്ടുള്ള ജനങ്ങൾക്ക് വനത്തിൽ നിന്നും വിഭവങ്ങൾ ശേഖരിക്കുന്നതിനുള്ള അത് ശരിയായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നുണ്ടോ? അത് കൃത്യമായിട്ട് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. നമ്മൾക്ക് ജോലി ചെയ്തൊരു അനുഭവത്തിൽ നിന്ന് അത്തരത്തിലുള്ള അവർക്കെല്ലാം ഉള്ള അവകാശങ്ങൾ ലഭിക്കുന്നുണ്ടെന്നായിട്ടാണ് സാർ എൻ്റെ അറിവ്. ഓക്കെ, താങ്ക്സ്. കൊള്ളാം. താൻ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ ദിവസമല്ലേ? ഈ ഫോറസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിട്ടുള്ള, അതായത് ഫോറസ്റ്റ് ഏരിയയിൽ ഫോറസ്റ്റ് എക്കോ സിസ്റ്റത്തിൽ തൊഴിലുറപ്പ് പദ്ധതിക്കാരെ കൊണ്ടൊക്കെ ഇതുപോലെ ചെക്ക് ഡാമല്ല, വാട്ടർ ഹാർവെസ്റ്റിംഗ് നടത്തണം, മഴക്കുഴികൾ പോലുള്ള പോലെ ചെയ്യണം. പിന്നെ അതുപോലെ ഈ പറയപ്പെട്ട ആന, അപ്പോൾ ഇതിനൊക്കെ ഇഷ്ടമുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വാഴ, ഒരു ഫുൾ ഗ്രോൺ വാഴ ഒരു ആന തിന്നാൽ 1 മാസത്തേക്കുള്ള ഇത് കിട്ടുന്നു. ഫോറസ്റ്റ് ഓഫീസർ തന്നെ ചർച്ചയിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ജോലി ചെയ്ത സ്ഥലത്തൊക്കെ ഈ സിസ്റ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ദാറ്റ് ഇസ് ഫൈൻ. അപ്പോൾ ഇതൊക്കെ വളരെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലാണ്. അങ്ങനെ ഇടപെട്ട്, അതായത് ഫോറസ്റ്റ് എക്കോ സിസ്റ്റത്തെ നശിപ്പിച്ചത് മനുഷ്യരുടെ കടന്നുകയറ്റം, അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓക്കെ. ഇനിയിപ്പോൾ സെക്രട്ടേറിയൽ സർവീസിന് വേണ്ടിയിട്ട് ശ്രമിച്ചോ, ഇതിനു വേണ്ടി അടുത്ത ഇൻ്റർവ്യൂവിന് വേണ്ടി കുറച്ചും കൂടെ നന്നായിട്ട് വർക്ക് ചെയ്യുക. യു ഹാവ് ഡൺ വെൽ. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ടൊക്കെ ചെയ്യുക. ബാക്കി എനിക്കധികം പറയാനില്ല, ഇവരൊക്കെ പറയട്ടെ. ഇനി അഖിലെ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ അഖിലിനോട് ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ. അഖിലിൻ്റെ ബോഡി ലാംഗ്വേജിൽ കയറി വരുമ്പോൾ തന്നെ അഖിലിന് നെഗറ്റീവായി വരുന്ന ഉത്തരം എന്തെങ്കിലും കിട്ടിയാൽ മനസ്സിലായി? ഇല്ല സാർ. യു ആർ വർക്കിംഗ് ഇൻ എ യൂണിഫോംഡ് ഫോഴ്സ്. ഫോറസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? യൂണിഫോം ഫോഴ്സ്. ഒരു യൂണിഫോംഡ് ഫോഴ്സാണ്. നൗ യു ആർ വർക്കിംഗ് ആസ് എ സീനിയർ ഗവൺമെൻറ് ഓഫീസർ. ഇത് രണ്ടും ഉള്ള ഒരാളുടെ അറ്റയർ ഒരു മുൻവിധിയോടുകൂടി തന്നെ ആയിരിക്കും ജഡ്ജ്മെൻറ്റ് ആര് ശ്രദ്ധിക്കുന്നത്, ഇൻ്റർവ്യൂ ബോഡി ശ്രദ്ധിക്കുന്നത്. അഖിൽ സാറ്റിസ്ഫൈഡ് ആണോ അഖിലിൻ്റെ ഇപ്പോഴത്തെ അറ്റയറിൽ? ക്യാഷ്വലായിട്ട് അത്യാവശ്യം ഒരുപാട് ക്യാഷ്വൽ ആവാതിരിക്കാൻ ശ്രദ്ധിച്ചു എന്നാണ് സാർ. ഒന്ന് ആലോചിച്ച കൈ ഒന്ന് നോക്കെ, കൈ മടക്കി ഷർട്ടിൻ്റെ കൈ എന്താണ് സാർ ഇനി മാറ്റം വരുന്നത്? മുടി തൊട്ട് ഇങ്ങോട്ട് താഴോട്ടൊന്ന് നോക്കിയാൽ മതി, വീട്ടിൽ പോയി കണ്ണാടിയിൽ. മുടി ഒരുപാട് വളർന്നു. ഐ എം ടെല്ലിങ് യു, ഒരു നോർമൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഒരു പക്ഷേ അത് എന്ത് ചെയ്യപ്പെടത്തില്ല, അത്രയും ശ്രദ്ധിക്കപ്പെടത്തില്ല. പ്രത്യേകിച്ച് നിങ്ങളൊരു യൂണിഫോംഡ് ഫോഴ്സിൽ ജോലി ചെയ്ത ഒരാൾ ഒരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് എടുക്കുമ്പോൾ നിങ്ങളുടെ അറ്റയർ റിയൽ ഇൻ്റർവ്യൂവിന് പോകുമ്പം ഇത് ടോട്ടൽ മാറിയിട്ടേ പോകാവൂ. എന്തൊക്കെയാണ് സാർ? മുടി നന്നായിട്ട് തന്നെ ക്രോപ്പ് ചെയ്യണം. ഷർട്ട് ഇൻസൈഡ് ക്രോപ്പ് ചെയ്യണം മീൻസ് വെട്ടി ഇതാക്കണം എന്നല്ല പറഞ്ഞു, ഒന്ന് ചീകി വെക്കണം.
ഷർട്ട് നിങ്ങൾ ഇൻസേർട്ട് ഫുൾ കൈയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ടക്ക് ചെയ്യണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് കൈ ധരിക്കാം. ഹാഫ് കൈ ഷർട്ട് ധരിക്കാൻ മടക്കാൻ പാടില്ല. മടക്കാൻ പാടില്ല, കാരണം ഇതൊരു ഡിസൊബീഡിയൻസ് ആണ് ഇതിനകത്ത്, യൂണിഫോമിനകത്ത്. അമ്മ റൈറ്റ്? നമ്മൾ ശ്രദ്ധിക്കാതെ അത് തന്നെ, നമ്മൾ ജോലി മാറുമ്പോഴും നമ്മൾ അവിടെ നിന്ന് പഠിക്കേണ്ട ചില ഡിസിപ്ലിൻ ഫാക്ടേഴ്സ് എന്ത് ചെയ്യരുത്, ഉപേക്ഷിക്കരുത്. അതായിരിക്കും ഇൻ്റർവ്യൂ ബോർഡിന് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ക്യാച്ച് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ ഡീറ്റെയിൽസ് എവിടെയുണ്ട്, അവരുടെ കയ്യിൽ ആൾറെഡി ഉണ്ട്. ഇൻസെർട്ട് ചെയ്യാൻ അത്ര കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് സാർ. അപ്പോൾ അതുകൊണ്ട് ഇൻസെർട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. യു ക്യാൻ വേറെ ഹാഫ് കൈ ഷർട്ട്, നോ പ്രോബ്ലം. മുണ്ട് വേണമെങ്കിലും കൊടുക്കാം, നോ പ്രോബ്ലം. ഓക്കെ സാർ. ഹാഫ് സ്ലീവ് ഷർട്ട് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വി ഷുഡ് പ്രിപ്പയർ അവേഴ്സെൽസ്. അതർവൈസ് യുവർ ജഡ്ജിങ് കപ്പാസിറ്റി, യുവർ എബിലിറ്റി ടു എക്സ്പ്ലെയിൻ തിങ്സ്, യുവർ വോയിസ്, സാർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ മാത്രം ഇമ്പ്രൂവ് ചെയ്യണം. ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് കുറച്ച് കുറവുണ്ട്. അത് എഴുതുന്നതിനകത്ത്, അത് എഴുതി പറഞ്ഞതിനകത്ത് അത് വളരെ വലിയൊരു മിസ്റ്റേക്കാണ്. പിന്നെ സേ നോ ഒഴിവാക്കണം. അത് സേ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളിനെ എങ്ങനെ പോസ്റ്റ് ചെയ്യും? ഇറ്റ് ഇസ് എ നെഗറ്റീവ്, അതൊരു വീക്ക്നെസ് അല്ല, ഇറ്റ് ഈസ് എ ക്രൈം. ഒരു ഗവൺമെന്റ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വീക്ക്നെസ് എഴുതുമ്പോൾ വളരെ ശ്രദ്ധിച്ചോണം. എല്ലാ വീക്ക്നെസ് എഴുതണമെന്നില്ല. എഴുതുന്നത് നമ്മുടെ പെർഫോമൻസിനെ ആസ് ആൻ ഓഫീസർ നെഗറ്റീവായി ബാധിക്കുന്ന വീക്ക്നെസ്സുകൾ എഴുതാതിരിക്കണം. ഇത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നതാണ്. പറഞ്ഞു മനസ്സിലായി? റൈറ്റ്. സി, ഒരു ഒന്ന് രണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തു. നിങ്ങളുടെ പിന്നെ ഇൻ്റർവ്യൂ വാസ് വെരി നൈസ്, റൈറ്റ്? യു ആർ കോൺഫിഡൻറ്റ് ആൻഡ് സി യുവർ എക്സ്പ്രഷൻസ് ആർ വെരി നൈസ്, റൈറ്റ്? ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഈ ഐ കോണ്ടാക്റ്റ് ഒന്ന് എല്ലാവരെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അതൊന്ന് ശ്രദ്ധിക്കണം ഉറപ്പായിട്ടും. അത് നിങ്ങൾക്ക് മാർക്ക് കിട്ടാനായിട്ട് പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. അതുപോലെ സാർ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മുടി ഒന്ന് കോതി കൃത്യമായിട്ട് റെഡിയാക്കിയാൽ കൊള്ളാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ കണ്ടത്, ഈ ചോദ്യം തീരുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ നിങ്ങൾ മറുപടി പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് ചെയ്യരുത്. ചോദ്യം പറയട്ടെ, പാനലിസ്റ്റ് ചോദ്യം ചോദിച്ച് ഒരു പോസ്, ഒരു സെക്കൻഡ്, 1-2 സെക്കൻഡ് കഴിഞ്ഞ് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. നിങ്ങൾ സമാധാനമായിട്ട് ഇവിടെ ഇരുന്നാൽ മതി. മനസ്സിലായില്ലേ? ചോദ്യം ഇടയ്ക്കേറി ചോദിക്കുക, അത് വളരെ വലിയ ഡിഫക്റ്റായിട്ട് മാറും. അപ്പോൾ അത് ഒഴിവാക്കണം, റൈറ്റ്? വോയിസ് ഒക്കെ ഓക്കെയാണ്, നിങ്ങൾ കുറച്ച് ചിരിക്കുന്നുണ്ട്, ഒരു കോൺഫിഡൻസ് ഒക്കെ ലെവലൊക്കെ ഉണ്ട്. ഇതുമായിട്ട് നിങ്ങൾ കുറച്ചുകൂടെ ഇതൊന്ന് ഫൈൻ ട്യൂൺ ചെയ്തിട്ട് പോയാൽ യു ക്യാൻ ഡു ഇറ്റ്, റൈറ്റ്? യു ക്യാൻ മേക്ക് ഇറ്റ്. ഓക്കെ, വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. യു ക്യാൻ ക്രാക്ക്.